വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ. ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ യോജിച്ചതല്ല. മുഅ്മിനാണെങ്കിൽ, മുഅ്മിനത്താണെങ്കിൽ, മുസ്ലിമായ ആണും പെണ്ണുമാണെന്ന് അഭിമാനബോധമുള്ളവരാണെങ്കിൽ അവർക്ക് യോജിച്ച പണിയല്ല. എന്ത്? അയ്യകൂന ലഹുമുൽ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും അവന്റെ റസൂലും ഒരു വിധി കൽപ്പിച്ചാൽ, ദീനിലൊരു കൽപ്പന അറിഞ്ഞാൽ, ഒരു വിലക്കറിഞ്ഞാൽ, ഇതാണ് ദീനെന്നറിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അഭിപ്രായം, ദീൻ അങ്ങനെയൊക്കെ ആയിരിക്കും, അതവിടെ വെച്ചോളി, ഇവിടെ നടപ്പിലാവുള്ളൂ, നമുക്കിതേ പറ്റുള്ളൂ, ഞാനിത് അംഗീകരിക്കുള്ളൂ, എനിക്ക് നാടും വീടും സമൂഹം സ്റ്റാറ്റസും ഒക്കെ നോക്കണം. മുഅ്മിനാണോ മുഅ്മിനത്താണോ? പാടില്ല എന്നാണ്. അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അതുകൊണ്ട് സഹോദരങ്ങളെ, പൂർണ്ണമായി നമ്മൾ അതിന് കീഴൊതുങ്ങണം. അതിന്റെ ഹിക്മത്ത് അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും ശരി. എന്ത് കൽപ്പന, എന്ത് ദീനിൽ എന്ത് കാര്യം വന്നാലും ഇതായത്താണ്, ഹദീസാണ്, എന്താ ഇതിന്റെ ഹിക്മത്ത്, എന്താണ് ഇതിന്റെ ലോജിക്ക് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ശാസ്ത്രം കണ്ടെത്തിയാലേ, ശാസ്ത്രം തെളിയിച്ചാലേ അവർക്ക് ദീൻ സ്ഥിരപ്പെടും. അതല്ലെങ്കിൽ ഭൗതികവാദികൾ അതിന് സമ്മതം നൽകിയാലേ, അതല്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം, അത് കുഴപ്പമില്ല. ഇത് അറിയപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിലെ വേണ്ട കാര്യമാണ്, കാലിക പ്രസക്തമാണ് എന്ന് സമൂഹം അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാത്ത, ഒരു ശാസ്ത്രത്തിന്റെ നാമ്പ് പോലും പിറവിയെടുക്കാത്ത, നൂറ്റാണ്ട് 14 മുമ്പ് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും എങ്ങനെ സ്വീകരിച്ചത്? അള്ളാഹും റസൂലും പറഞ്ഞു കേട്ടാൽ സമിഅ്നാ വഅതഅ്നാ, കേട്ടു, അനുസരിച്ചു. കേട്ടു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, മീറ്റിംഗ് കൂടി തീരുമാനിക്കട്ടെ, നേതാക്കളായിട്ട് ആലോചിക്കട്ടെ, അതല്ലെങ്കിൽ ഇത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടോ, സമൂഹം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്നും പരതട്ടെ എന്നവർ പറഞ്ഞിട്ടില്ല. അതിന്റെ ലോജിക്ക് അവർ തേടി, എന്താണ് ഹിക്മത്ത് എന്ന് അവർ അന്വേഷിച്ചിട്ടില്ല. സമിഅ്നാ വഅതഅ്നാ, കേട്ടു, അനുസരിച്ചു. കാരണം ഇത് ആരാ പറഞ്ഞത്? അവന്റെ നേതാവല്ല പറഞ്ഞത്, അവന്റെ ഓട്ടബുദ്ധിയിൽ ഉദിച്ച അവന്റെ ഗവേഷണ ത്വരയല്ല അവനോട് മന്ത്രിച്ചത്, റബ്ബാണ്, ആകാശഭൂമികളുടെ റബ്ബ്. അതുകൊണ്ട് ഞാൻ കേട്ടു, ഞാൻ അംഗീകരിച്ചു. എനിക്കതിന്റെ രഹസ്യം അറിയില്ലെങ്കിലും അറിഞ്ഞാലും ശരി, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്. ഇങ്ങനെ നമ്മൾ അതിന് കീഴ്